ബീഹാറിലെ പാട്ന എന്ന് പറയുന്ന സ്ഥലത്തെ ഡോൺ ബോസ്കോ അക്കാഡമിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത്. മണിയംകുളം ഇടവക്കാരനായ ജോസാറിന്റെ ക്ഷണമനുസരിച്ചാണ് ഈ ഒരു സ്കൂളിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ എത്തിച്ചേർന്നത്. ജോസാറ് ഈ ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രിൻസിപ്പളായിട്ടും മറ്റ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലും ഒക്കെ ഈ ഒരു സ്കൂളിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രത്യേകമായ ക്ഷണമനുസരിച്ചാണ് പാട്ന എന്ന് പറയുന്ന നാളിതുവരെ എനിക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. പാട്നയിൽ തന്നെ അടുപ്പിച്ച് 2 സ്കൂളുകളാണ് ഇവർക്കുള്ളത്. ഒന്ന് പ്രൈമറി സ്കൂള്, മറ്റൊന്ന് ഹയർ സെക്കൻഡറി വരെയുള്ള പ്രൈമറി സ്കൂളിന്റെ തൊട്ടടുത്തുമായിട്ട് തന്നെ നിലകൊള്ളുന്ന മറ്റൊരു സ്കൂള്. 2 സ്ഥലത്തും നിറയെ അഡ്മിഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ധാരാളം ട്രോഫികള് വിവിധ മേഖലയിൽ ഇതിനോടകം കരസ്ഥമാക്കുവാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെളിവ് പോലെ പ്രിൻസിപ്പലിന്റെ ഈ ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ട്രോഫികൾ തെളിയിച്ചിരിക്കുന്നത്. ഒരു സ്കൂളിന് നല്ല ഒരു പ്രിൻസിപ്പൽ ഉണ്ടോ, തീർച്ചയായിട്ടും ഈ ഒരു മികച്ച നേട്ടം ഏതൊരു സ്കൂളിനും കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ ട്രോഫികൾ തന്നെ തെളിയിക്കുകയാണ്. നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. മണിയംകുളം ഇടവകയിൽ നിന്ന് വർഷങ്ങളായി പാട്ന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് സ്കൂൾ സ്ഥാപിച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു സ്കൂളിൽ സേവനം ചെയ്തു വരികയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇതിനോടകം പാട്നയുടെ ഹൃദയഭാഗത്ത് നല്ല ഒരു സ്കൂളിന്, മികച്ച ഒരു സ്കൂളിന് രൂപം കൊടുക്കുവാൻ ഇവർക്ക് സാധിച്ചിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് മികച്ച നേട്ടം കൈവരിച്ചിരിക്കുന്ന ഒരു സ്കൂൾ എന്നുള്ള പേരിൽ ഇത് ഇന്നും ശോഭ കെടാതെ പാട്നയുടെ ഹൃദയഭാഗത്തായിട്ട് നിലകൊള്ളുകയാണ്. ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഈ ഒരു സ്കൂളിന്റെ മാനേജറായിട്ടുള്ള ഈ ഒരു വ്യക്തി ഇവിടുത്തുകാരൻ തന്നെയാണ്. ഷെവ്ലിയാർ പട്ടം ലഭിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാനും ഞാൻ മറന്നുപോയില്ല. അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ച് കൂടുതൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും എനിക്ക് സാധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഷെവ്ലിയാർ പട്ടവുമായി ബന്ധപ്പെട്ട ട്രോഫികളും മറ്റ് സ്ഥാന ചിഹ്നങ്ങളും ഒക്കെ ചുവരുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്റെ വീഡിയോയിൽ പകർത്തുവാനും ഞാൻ മറന്നുപോയില്ല. ഈ ഒരു സ്കൂൾ കരസ്ഥമാക്കിയ ട്രോഫികൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റൂം അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ മികച്ച നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ഒരു സ്കൂളിന് സാധിച്ചിരിക്കുകയാണ്.